നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടർ സംശയമുണ്ടെന്ന് ഡ്രൈവർ യദു. കണ്ടക്ടർ ഇരുന്നത് മുൻസീറ്റിൽ ആയിരുന്നെന്നും എന്നാൽ പോലീസിനോട് കള്ളം പറഞ്ഞെന്നുമാണ് യദു പറയുന്നത്. MLA ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് നൽകിയത് കണ്ടക്ടറാണെന്നും യദു ആരോപിച്ചു. തർക്കമുണ്ടായപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ DYFI പ്രവർത്തകനാണെന്നും യദു പറയുന്നു. യദു ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചുവെന്ന് തനിക്കറിയില്ല. ബസ് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നതും കണ്ടിട്ടില്ല. പിൻസീറ്റിലാണ് താൻ ഇരുന്നതെന്നും അതിനാൽ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു കണ്ടക്ടർ സുബിന്റെ മൊഴി. വാഹനം നിർത്തി തർക്കവും ബഹളവും ഉണ്ടായപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നുമാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത്. അതിനിടെ KSRTC ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് MLAയുമായ സച്ചിൻ ദേവനുമെതിരെ നിയമ നടപടിയുമായി ഡ്രൈവർ യദു മുന്നോട്ട് തന്നെയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ, MLA സച്ചിൻ ദേവ്, കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് യദുവിന്റെ പരാതി സ്വീകരിച്ചത്. കേസ് ഈ മാസം 6-ന് പരിഗണിക്കും. മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുത്തിട്ടില്ല. മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത്. കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. സീബ്ര ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് യദുവിന്റെ പരാതി. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നും യദുവിന്റെ പരാതിയിൽ പറയുന്നു. അതിനിടെ ഡ്രൈവർ യദുവിന്റെ ഡ്രൈവിംഗിൽ തെറ്റില്ലെന്ന് KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തലും പുറത്തുവന്നു. മേയറാണെന്ന് അറിഞ്ഞ ശേഷവും പ്രോട്ടോകോൾ പാലിക്കാതെ മേയറോട് തർക്കിച്ചത് ശരിയല്ലെന്നാണ് ഡ്രൈവർക്കെതിരെയുള്ള കുറ്റം. എന്നാൽ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം ഹാജരാക്കിയ റിപ്പോർട്ടിൽ ക്യാമറ ദൃശ്യങ്ങളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. ഇതോടെ KSRTC വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് 2-ാം ദിവസം തന്നെ മന്ത്രി മടക്കിയിരുന്നു. ക്യാമറ ദൃശ്യങ്ങളടക്കം പരിശോധിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച മന്ത്രി വിശദമായ റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായി. ഇതോടെ വിജിലൻസ് അന്വേഷണവും വഴിമുട്ടിയ രീതിയിലാണ്. ബസ്സിലെ കണ്ടക്ടറും മറ്റ് യാത്രക്കാരും ബസ് അതിവേഗത്തിലായിരുന്നുവെന്ന് മൊഴി നൽകിയിട്ടില്ല. കാറ് കുറുകിയിട്ട് ഇറങ്ങിയവരാണ് തർക്കത്തിന് തുടക്കമിട്ടതെന്നാണ് യാത്രക്കാരുടെ മൊഴി. നിർണായക തെളിവായ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തമ്പാനൂർ ഡിപ്പോ മേധാവി ബഷീറിനും എഞ്ചിനീയർ ശ്യാംകൃഷ്ണനും വീഴ്ച സംഭവിച്ചെന്ന് വിജിലൻസ് റിപ്പോർട്ടുണ്ട്. മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഉദ്യോഗസ്ഥ വീഴ്ച വെളിപ്പെട്ടത്. ട്രിപ്പ് കഴിഞ്ഞെത്തുന്ന ബസിന്റെ മേൽനോട്ടം ഡിപ്പോ എഞ്ചിനീയർക്കാണ്. ഡിപ്പോ മേധാവിക്കും ഉത്തരവാദിത്തമുണ്ട്. ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കണ്ടെത്താൻ തമ്പാനൂർ KSRTC സ്റ്റാൻഡിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും വ്യക്തമല്ലായിരുന്നു. ബസ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിനടുത്ത് ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. മെമ്മറി കാർഡുകൾ എപ്പോഴാണ് നഷ്ടമായതെന്ന് അറിയില്ലെന്നാണ് KSRTC ഉദ്യോഗസ്ഥരുടെ മൊഴി. ആർക്ക് വേണമെങ്കിലും ഊരിമാറ്റാവുന്ന നിലയിലായിരുന്ന ക്യാമറകളെ കാർഡുകളെന്നും പോലീസ് പറയുന്നു. മെമ്മറി കാർഡ് കാണാതായത് KSRTCയിൽ നിന്ന് തന്നെയാണെന്നാണ് സൂചന. KSRTCയുടെ ഉടമസ്ഥതയിലുള്ള കാർഡ് കാണാതായിട്ടും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താനോ കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.